Hello dears, welcome back to ISKSA English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറിലെ നാലാമത്തെ ബ്ലോക്കാണ്. നമുക്ക് മൊത്തം പഠിക്കാനുള്ളത് 5 ബ്ലോക്കാണ്. അതിലെ നാലാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടതായിരിക്കും, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത് മൂന്നാമത്തെ ഗ്രാമർ എന്നുള്ള ബ്ലോക്കായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് നമുക്ക് അത്യാവശ്യം ഡിസ്കസ് ചെയ്യാണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ പറയാണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും ആ ബ്ലോക്ക് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ആ ബ്ലോക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നാലാമത്തെ ബ്ലോക്ക്, ഇപ്പോൾ നാലാമത്തെ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 4ഉം 5ഉം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റും. കാരണം ഞാൻ എന്താ കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതിയല്ലോ. പക്ഷെ ഗ്രാമർ അങ്ങനെയല്ല, പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, സമയമെടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ 4ഉം 5ഉം തീർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂന്നാമത്തെ ബ്ലോക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതിന് മുൻപ് നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഗ്രാമറിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്, അതായത് മുൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഞാൻ അന്ന് കാണിച്ചു തന്ന ക്വസ്റ്റ്യൻ പേപ്പർ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടല്ലോ, അതായത് കഴിഞ്ഞ വർഷത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഒരു ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞത്. അതായത് 2024 മെയ് മാസത്തിൽ നടന്ന എക്സാം കേട്ടോ, അതായത് ഫസ്റ്റ് സെമ്മിൻ്റെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ എക്സാം. ഇതിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്തത്, പിന്നെ ഇത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളതും ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇന്ന വർഷം അതുപോലെ തന്നെ ഇന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞത് പിന്നെ മറ്റുദ്ദേശം വേറെ പ്രശ്നം കൊണ്ടൊന്നല്ല, ജസ്റ്റ് ഞാൻ ഇന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് ഞാനൊന്ന് പറയുക ചെയ്തോളൂ. അപ്പോൾ എന്താ ഇതിപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആ ഒരു ഇത്ര മാർക്കിന് ഇത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞത് 2 രീതിയിലാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് 2 മെസ്സേജ്, 2 കാര്യമാണ് അതിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മാർക്കിന് ഗ്രാമർ വന്നോ എന്നുള്ളത് ഒരു ടെൻഷനായോ എന്നൊരു സംശയം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ തുടക്കത്തിൽ ഒന്ന് പറയാമെന്ന് വെച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 കാര്യമാണുള്ളത്. ഇത് 2 രീതിയിൽ നോക്കുകയാണെങ്കിലും നമുക്കിത് ഗുണമുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഭാഗത്ത് 1 മാർക്കിന് 15 ചോദ്യങ്ങളുണ്ട്. ആ 15 ക്വസ്റ്റ്യൻസിൽ 10 എഴുതിയാൽ മതി. ആ 10 ക്വസ്റ്റ്യൻ വന്നിടത്ത്, അതായത് 15ൽ 10 ആ 15ൽ 10 എഴുതേണ്ട കൊടുത്ത് 15 ചോദ്യത്തിൽ 6 ഗ്രാമറാണ്, 6. പക്ഷെ 9 എന്തല്ല, ഗ്രാമർ അല്ല. ഇനി ഗ്രാമർ അറിയാത്ത ഒരാൾ ഒന്ന് ഒഴിവാക്കിയാലും പേടിക്കണ്ടല്ലോ, ബാക്കിയുള്ള 9 എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രാമർ അറിയുന്ന ആൾക്കും ഒരു ഗുണമുണ്ട്, 6 ഒറ്റയടിക്ക് കിട്ടി. മറ്റു പാർട്ടിൽ നിന്നും എന്ത് ചെയ്താൽ 4 ഒപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഗ്രാമർ അറിയുന്ന ആൾക്കും ഗുണമുണ്ട്, ഗ്രാമർ അറിയാത്ത ഒരാൾക്ക് ഗ്രാമർ അറിയില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. കാരണം ഇവിടെ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ 6 ചോദ്യം വരുമ്പോൾ 9 ഗ്രാമർ അല്ല, പക്ഷെ 6 ഗ്രാമറാണ്. അപ്പോൾ ഇത് ഗ്രാമർ അറിയുന്ന ആൾക്കും അറിയാത്തവർക്കും ബുദ്ധിമുട്ടേണ്ട കാര്യമല്ല. അടുത്തത് 2 മാർക്കിൻ്റെ സെക്ഷനിൽ, 2 മാർക്കിൻ്റെ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളാണ്. അതായത് ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഏതെങ്കിലും 5 ആൻസർ ചെയ്യണം. ഇവിടെ വരുന്നതും 10 ചോദ്യങ്ങളാണ്, പക്ഷെ 2 മാത്രമേ ഗ്രാമർ ഇവിടെ ചോദിച്ചുള്ളൂ, 2 മാത്രം. അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി 8 ചോദ്യം എന്താ ഗ്രാമറിൻ്റെ പുറത്തുനിന്നാണ്. പക്ഷെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഗ്രാമർ അറിയില്ല വെച്ചിട്ട് യാതൊരു ടെൻഷനും ഇല്ല. ഇനി കാരണം ഈ എണ്ണത്തിൽ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, വേരിയേഷൻ വരട്ടോ, മാറ്റം വരാം. പക്ഷെ എന്നാലും ഗ്രാമർ മാത്രമായിട്ടൊരു സെക്ഷൻ അങ്ങനെയൊന്നും വരില്ല കേട്ടോ. ഞാൻ അങ്ങനെ എന്ത് ചെയ്യണ്ട, ഇത്രയും ഇനി അടുത്ത സെക്ഷൻ ശ്രദ്ധിക്കട്ടോ. അടുത്ത സെക്ഷൻ നിങ്ങൾ 6 ആൻസർ ചെയ്യണം, 6. ഈ 6 ചോദ്യം ആൻസർ ചെയ്യേണ്ടടുത്ത് 12 ചോദ്യം വന്നു, 12 ചോദ്യം. ഒരു ചോദ്യത്തിന് വരുന്നത് 5 മാർക്കാണ്. ഇവിടെ വന്നത് 6 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഗ്രാമർ. 6 ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഒന്നാമത്തേത് കോൺക്രീറ്റ് അബ്സ്ട്രാക്റ്റ് നൗണ്, 2 ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ്സ്, മൂന്നാമത്തേത് എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ അസർട്ടീവ്ക്ക് മാറ്റുക, 4ാമത്തേത് ലിറ്റിൽ, എ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ, 5ാമത്തേത് പിന്നെ കറക്റ്റ് വെർബ് ഫോം, 6ാമത്തേത് ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ്. അങ്ങനെ ഇവിടെ 6 എന്ന് പറഞ്ഞാൽ 6 5 30 മാർക്ക്.
അപ്പൊ ഗ്രാമർ നന്നായിട്ട് അറിയുന്ന ആൾക്ക് ഈ 6 എഴുതി വെച്ചാൽ മതി. കറക്റ്റായി 6 ആൻസർ ചെയ്യേണ്ടത്, 30 മാർക്കും കിട്ടി. ഇനി അല്ലാത്ത ആളുകൾ ആർക്കെങ്കിലും ഗ്രാമർ വിഷയമാണ്, ഞാൻ ഗ്രാമർ പഠിക്കുന്നില്ല എന്ന് കരുതി ടെൻഷൻ അടിക്കണ്ട. എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു ഭാഗങ്ങളിൽ നിന്നും 6 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസാണ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 4 ചോദിച്ചിട്ടുണ്ട്. ഈ 4 ചോദിച്ചതിൽ 1 മാത്രമേ ഗ്രാമർ വന്നുള്ളൂ, ബാക്കി 3 ഉണ്ട്. അവിടെയും എന്ത് ചെയ്യാണ്, പിന്നെ 3 മറ്റു ബ്ലോക്കുന്നുണ്ട്. അപ്പൊ അത് എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കണ്ടോ, ഇലൂസിഡേറ്റ് ഓൺ തോട്ട്സ് ഓഫ് ഗ്രേറ്റ് തിങ്കേഴ്സ് ഹു അപ്പിയർ ദ ഡ്രീം ആൻഡ് ദ മെസ്സേജ് അല്ലെ, ഇതൊക്കെ നോട്ട് ഞാൻ എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ ഇത് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് അനാലിസിസ് ചെയ്യുമ്പോൾ ഈ ഒരു അനാലിസിസ് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം, ഗ്രാമർ അറിയുന്നവർക്ക്, ഗ്രാമർ പഠിക്കുന്നവർക്കും ഗുണമാണ്. അതുപോലെ തന്നെ ഗ്രാമർ ഇനി ആരെങ്കിലും ഗ്രാമറിന്റെ സെക്ഷന് ഒഴിവാക്കാന്ന് വെക്കാം. ഞാൻ ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്, അങ്ങനെയാണെങ്കിലും എന്തെന്നെയാണ് പിന്നെ ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പൊ ആരെങ്കിലും ഇപ്പൊ ഗ്രാമർ അറിയില്ല, ഇത്രയും മാർക്കിന് ഗ്രാമർ വരുമോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കൊന്നും ചെയ്യണ്ട. എങ്ങനെ ആയി കഴിഞ്ഞാലും എഴുതാനുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ചോയ്സ് വെച്ച് അല്ലെങ്കിൽ ഓപ്ഷൻ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്ത് കാര്യങ്ങൾ വരുന്നത് കേട്ടോ. അപ്പൊ നോക്കൂ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാമത്തെ ബ്ലോക്കിലെ 1ാമത്തെ ചാപ്റ്റർ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ഒരു നമ്മളെ വീഡിയോയിൽ തന്നെ ഈ ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതുള്ളൂ. കാരണം ഈ ഒരു യൂണിറ്റിൽ ഒറ്റ കാര്യമാണ് പറയുന്നത്, പ്രീ റിക്വസൈറ്റ്സ് ഫോർ റൈറ്റിംഗ്. അതായത് എഴുതുന്നതിന് മുൻ വ്യവസ്ഥകൾ. നമ്മൾ എഴുതുമ്പോൾ ആ എഴുത്ത് തുടങ്ങുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് ഇഫക്റ്റീവ് റൈറ്റിംഗ്, ഫലപ്രദമായിട്ടുള്ള റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുന്ന 4 കാര്യങ്ങളാണ്. ആ 4 കാര്യങ്ങൾ പറയുന്നതോടുകൂടി ക്ലാസ് കഴിഞ്ഞു കേട്ടോ. അതായത് പ്രീ റിക്വസൈറ്റ്സ് ഫോർ റൈറ്റിംഗ്, റൈറ്റിങ്ങിനുള്ള പ്രീ റിക്വസൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന്റെ മുൻ വ്യവസ്ഥകൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കാം, റൈറ്റിംഗ് ഈസ് എ ഫോം ഓഫ് ആർട്ട്. റൈറ്റിംഗ് എന്നുള്ളത് ഒരു കലയാണ്. ഇറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് സീരിയസ് പാർട്ട് ഇൻ ടുഡേയ്സ് കമ്മ്യൂണിക്കേഷൻ ഏജ്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ, ആശയവിനിമയത്തിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ ഗൗരവകരമായിട്ടുള്ള പങ്ക് കമ്മ്യൂണിക്കേഷനുണ്ട്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ പല മേഖലയിലും റൈറ്റിംഗ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റൈറ്റിംഗ് എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷനുമായി നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, സീരിയസ് ആണ്. മാത്രമല്ല ഇറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ടു ബി എ പ്രൊഫിഷ്യന്റ് റൈറ്റർ. ഒരു പ്രൊഫിഷ്യന്റ് റൈറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവുള്ള ഒരു റൈറ്റർ ആയിരിക്കുക എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അഡ്വാൻറ്റേജസ് ആണ്, അത് ഗുണമുള്ള കാര്യമാണ്. അതായത് എഴുതാൻ കഴിയുക എന്നുള്ളത്, ഇറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ടു ബി എ പ്രൊഫിഷ്യന്റ് റൈറ്റർ. പ്രൊഫിഷ്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവുള്ള, ശേഷിയുള്ള, അതായത് നല്ല രീതിയിൽ എഴുതാൻ കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ളത്, ആ ഒരു കഴിവ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്കൊരു ഗുണമാണ്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ കീ കമ്പോണന്റ് ഓഫ് സോഷ്യൽ എൻജോയ്മെന്റ്, പ്രൊഫഷണൽ സക്സസ്, എഡ്യൂക്കേഷണൽ അഡ്വാൻസ്മെന്റ്. അപ്പൊ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുണ്ടല്ലോ, ഫലപ്രദമായിട്ടുള്ള ആശയവിനിമയം. ഈ ഒരു ഫലപ്രദമായിട്ടുള്ള ആശയവിനിമയം എന്നുള്ളത് സോഷ്യൽ എൻജോയ്മെന്റിന്, അതായത് സാമൂഹികമായിട്ടുള്ള ആസ്വാദനത്തിനും അതുപോലെ തന്നെ തൊഴിലിലുള്ള പുരോഗതിക്ക്, പ്രൊഫഷണൽ സക്സസ്, തൊഴിലിലുള്ള വിജയത്തിനും, എഡ്യൂക്കേഷണൽ അഡ്വാൻസ്മെന്റ്, പഠന മേഖലയിലുള്ള പുരോഗതിക്കും ആവശ്യമായിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്, ഒരു ഘടകമാണിത്. അതായത് 3 മേഖലയിൽ വിജയിക്കണമെങ്കിൽ, ഒന്നാമത്തെ കാര്യം തന്നെ പറഞ്ഞത് സോഷ്യൽ എൻജോയ്മെന്റാണ്. അതായത് നമുക്കൊക്കെ ഇത് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്കൊരു എൻജോയ്മെന്റ്, അപ്പൊ സോഷ്യൽ എൻജോയ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ പഠനത്തിൽ പുരോഗതി, എഡ്യൂക്കേഷണൽ അഡ്വാൻസ്മെന്റ്, അതുപോലെ തന്നെ തൊഴിലിൽ വിജയം. ഈ 3 കാര്യങ്ങൾക്കും അനിവാര്യമായിട്ടുള്ളത്, ദാറ്റ് ഈസ് കീ കമ്പോണന്റ്, അനിവാര്യമായ ഘടകമാണ് എന്ത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ.
സക്സസ് ഇൻ റൈറ്റിംഗ് ഈസ് ഷോൺ ബൈ ആക്യുറസി, ക്ലാരിറ്റി ആൻഡ് എംപ്രസീവ്നെസ്. ഇനി റൈറ്റിങ്ങിൽ നമ്മൾ വിജയിക്കാനുള്ള 3 കാര്യങ്ങൾ. അതായത് നമ്മൾ റൈറ്റിംഗ് എപ്പോഴാണ് വിജയിക്കുക? അത് ഒന്നാമത്തെ കാര്യം ഇംപ്രസീവ്നെസ്. നമ്മളുടെ എഴുത്ത് അത് വായിച്ചു കഴിയുമ്പോൾ വായിക്കുന്ന റീഡർക്ക് ഒരു ഇംപ്രസീവ്നെസ്, ഒരു മതിപ്പ് ഉണ്ടാവണം. അതുപോലെ തന്നെ ക്ലാരിറ്റി, ആക്യുറസി. ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർനെസ്, വ്യക്തത വേണം. അതുപോലെ തന്നെ ആക്യുറേറ്റ്, കൃത്യത വേണം. കാരണം എഴുതിയ കാര്യങ്ങൾ കൃത്യമായിരിക്കണം, എഴുതിയത് കൃത്യമായിരിക്കണം. അപ്പോൾ ആക്യുറേറ്റ് ആയിരിക്കണം, ക്ലാരിറ്റി വേണം, ഇംപ്രസീവ്നെസ് വേണം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ഇംപ്രസീവ്നെസ് എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതായത് ഒരാൾ എഴുതുന്നത് വളരെയധികം ആക്യുറേറ്റ് ആണ്, അതിന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തന്നെ റീഡേഴ്സിന്, മറ്റുള്ളവർക്ക് അതിനോട് ഒരു മതിപ്പ് തോന്നും. Here are a few fundamental elements that are crucial for writing effectively. ഫലപ്രദമായിട്ട് എഴുതുന്നതിന് അല്ലെങ്കിൽ എഴുത്ത് ഫലപ്രദമാക്കുന്നതിന് നിർണായകമായിട്ടുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ, എലമെന്റ്സ്, ഇത് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം? അതായത് 5 മാർക്കിന്റെ ഒക്കെ ചോദ്യം ആ സെക്ഷനിൽ നമ്മൾ കണ്ടില്ലേ, ആ ഭാഗത്ത് വരാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ വേർഡ്സ് ആണ് ഒന്ന്. അതായത് എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ എബിലിറ്റി ടു സെലക്ട് ദ റൈറ്റ് വേർഡ് അറ്റ് ദ റൈറ്റ് ടൈം സേവ്സ് ദ ഡേ. അതായത് കൃത്യമായിട്ടുള്ള വാക്ക് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ സമയത്ത് ഉപയോഗിക്കാനുള്ള കഴിവ്, ആ ഒരു കഴിവ് എന്തു ചെയ്യും? സേവ്സ് ദ ഡേ, നമ്മളുടെ അന്നത്തെ ദിവസം രക്ഷിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഈ ഒരു കഴിവ് നമുക്കില്ലെങ്കിൽ നമ്മളെ അന്നത്തെ ദിവസം രക്ഷിക്കൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതിന് നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ വായ അടച്ചു വെക്കുന്നതിനേക്കാളും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പല ആളുകളുടെ വായിൽ നിന്നും പലതും കേൾക്കും, നമ്മളെ ദിവസം കുളമായി കിട്ടും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമ്മളുടെ ഓരോ ദിവസവും നല്ല നിലക്ക് പോകണമെങ്കിൽ നമുക്ക് എന്തു വേണം? ദ എബിലിറ്റി ടു സെലക്ട് റൈറ്റ് വേർഡ് അറ്റ് ദ റൈറ്റ് ടൈം. ഈ ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ സേവ്സ് ദ ഡേ, ഈ ഒരു കഴിവ് നമ്മളുടെ ദിവസം രക്ഷിക്കും. കാരണം വൈകുന്നേരം ആവുമ്പോൾ നമുക്ക് സന്തോഷമാവാം, ആരുടെ വായിന്നും ഒന്നും കേൾക്കേണ്ടി വരില്ല. അതായത് എന്ത് എപ്പോൾ പറയണം അല്ലെ, ഏത് വാക്കാണ് ഓരോ കോണ്ടെക്സ്റ്റിലും ഉപയോഗിക്കേണ്ടത്. ദ യൂസ് ഓഫ് റൈറ്റ് വേർഡ്സ് ലൈക്ക്, ശരിയായ വാക്കുകളുടെ ഉപയോഗം. ഏതുപോലെ? കുഡ് യു പ്ലീസ്, ഓർ അല്ലെങ്കിൽ റിക്വസ്റ്റിംഗ് യു ടു, ഇതുപോലൊക്കെ ഉള്ള കൃത്യമായ വാക്കുകളുടെ ഉപയോഗം. എപ്പോ? വൈൽ മെയിലിംഗ് എ സുപ്പീരിയർ ഓഫീസർ, നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസർക്ക് നിങ്ങളൊരു മെയിൽ ചെയ്യാണ്, എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്. അങ്ങനെ മെയിൽ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കുഡ് യു പ്ലീസ് പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് വുഡ് റിയലി മാറ്റർ റാദർ ദാൻ ഓർഡറിങ് ഹിം ടു ഡു സംതിങ്. നിങ്ങളുടെ സുപ്പീരിയറിനോട് എന്തെങ്കിലും ഒരു കാര്യം ഓർഡർ ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനേക്കാൾ, ഓർഡർ ചെയ്യുന്നതിനേക്കാൾ, ഇന്ന കാര്യം ചെയ്യാൻ, ഇന്ന കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓർഡർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. വുഡ് റിയലി മാറ്റർ, ഇതാണ് എന്ത്? ഒരു നല്ല കാര്യം, ഇതാണ് വലിയ കാര്യം. ഏത്? കുഡ് യു പ്ലീസ്, അതുപോലെ തന്നെ റിക്വസ്റ്റിംഗ് യു ടു, ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് മെയിൽ ചെയ്യുമ്പോൾ. വുഡ് റിയലി മാറ്റർ, ഇതാണ്, ഇത് ശരിക്കും ഒരു വിഷയമാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. റാദർ ദാൻ ഓർഡറിങ് ഹിം, എന്തിനേക്കാൾ, എങ്ങനെ ചെയ്യുന്നതിനേക്കാൾ, അദ്ദേഹത്തോടൊരു കാര്യം ഓർഡർ ചെയ്യുന്നതിനേക്കാൾ. നമ്മൾ നേരിട്ട് നമ്മളെ മേലുദ്യോഗസ്ഥനോട് അങ്ങോട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ, ആ ഒരു ടോണാണെങ്കിൽ, അത്തരത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മേലുദ്യോഗസ്ഥന്റെ വായിലിരിക്കുന്ന ചീത്ത കേൾക്കേണ്ടി വരും. അതേസമയം നമ്മൾ കുഡ് യു പ്ലീസ് അല്ലെങ്കിൽ റിക്വസ്റ്റിംഗ് യു ടു ഇതുപോലത്തെ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എത്രയോ നല്ലതാണ്. വുഡ് റിയലി മാറ്റർ, എന്തിനേക്കാൾ? ദാൻ ഓർഡറിങ് ഹിം ടു ഡു സംതിങ്. ഇറ്റ് ഈസ് അഡ്വാൻറ്റേജസ്
ഇത് തീർത്തും ഗുണമാണിത്, അഡ്വാൻറ്റേജസ് ആണ്. എന്ത്? ടു ഹാവ് ഗുഡ് ലാംഗ്വേജ് സ്കിൽസ്. നല്ല ഒരു വ്യക്തിക്ക് നല്ല ലാംഗ്വേജ് സ്കിൽ ഉണ്ടാവുക എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ്. എന്താ കാര്യം? നല്ല ലാംഗ്വേജ് സ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ, സിൻസ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് യുവർ ഐഡിയാസ് ക്ലിയർലി, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്താണോ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ മനസ്സിലുള്ളത് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക എന്നതിനുപരി അതിനേക്കാൾ മറ്റൊരു കഴിവ് വേറെ എന്താ ഉള്ളത്? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിലുള്ളത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അതൊരു നല്ല ലാംഗ്വേജ് സ്കില്ലാണത്. ഇനി രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ക്ലാരിറ്റി ഓഫ് പർപ്പസ് ഓർ കോൺസെപ്റ്റ്. അതായത് നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിൽ വ്യക്തത. കാരണം നമ്മൾ എന്ത് കാര്യമാണോ പറയുന്നത്, എന്തിനു വേണ്ടിയിട്ട്, പർപ്പസ്, അതിൽ വ്യക്തത വേണം. അത് മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഒരാളെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യാണോ, ചീത്ത പറയാണോ, ദേഷ്യപ്പെടാണോ, എന്താണ്, അതിൽ വ്യക്തത വേണം. അതിൽ വ്യക്തത വന്നാല് നമുക്ക് അതിനനുസരിച്ച രീതിയിൽ പറയാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്, ക്ലാരിറ്റി ഓഫ് പർപ്പസ്. ഇതില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ക്ലാരിറ്റി ഓഫ് പർപ്പസ് ഓർ കോൺസെപ്റ്റ് കേട്ടോ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓർത്ത് വെക്കാം. ഇനി ഫുള്ള് കിട്ടിയില്ലെങ്കിലും ഈ 4 പോയിന്റുകളെങ്കിലും ഓർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. അപ്പൊ രണ്ടാമത്തേത് എന്ന് പറയുന്നത് ക്ലാരിറ്റി ഓഫ് പർപ്പസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്നുള്ളതാണ്. ഇത് നോക്കൂ, ഇതിന്റെ താഴെ പറയുന്നത് ക്രിയേറ്റിംഗ് എ ടോൺ ഫോർ യുവർ മെസ്സേജ് ഈസ് സിമിലർ ടു ഹാവിംഗ് എ പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ് ഓർ എയിം. അതായത് നമ്മളുടെ മെസ്സേജിന് ഒരു ടോൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? കാരണം നമ്മളൊരു മെസ്സേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു ടോൺ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? കാരണം ആ ഒരു മെസ്സേജ് എങ്ങനത്തെ മെസ്സേജ് ആണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ടോൺ ക്രിയേറ്റ് ചെയ്യുന്നതിനോട് ഈ സിമിലർ അതുപോലെ തന്നെയാണ്. എന്ത്? സിമിലർ ടു ഹാവിംഗ് എ പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ് ഓർ എയിം. അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നമുക്കൊരു ഒബ്ജക്റ്റീവ്, നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതായത് നമുക്കൊരു ടോൺ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് എന്ത്? നമുക്കൊരു ഒബ്ജക്റ്റീവും ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, ടോണും ഉണ്ടായിരിക്കണം. പക്ഷെ ഇത് രണ്ടും ഉണ്ടായിരിക്കണമെങ്കിൽ എന്തു വേണം? നമുക്ക് പർപ്പസിൽ ക്ലാരിറ്റി വേണം, എന്നാലേ നമുക്ക് ടോൺ ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ പർപ്പസ് എന്താ അതിൽ വ്യക്തത വേണം കേട്ടോ. ഇഫ് യു വാണ്ട് ടു ഡീൽ വിത്ത് ഫാക്ട്സ് ഇൻ എ റിപ്പോർട്ട്, അതായത് നിങ്ങൾ ചെയ്യുന്നത് ഒരു റിപ്പോർട്ടാണ്, ഇതൊരു റിപ്പോർട്ടാണ് നോക്കുക, എന്തിനെ കുറിച്ചായിക്കോട്ടെ. മാത്രമല്ല ആ റിപ്പോർട്ടിലൂടെ നിങ്ങളുടെ റീഡർക്ക് മുന്നിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് ഫാക്റ്റുകളാണ്, ചില യഥാർത്ഥ കണക്കുകളാണ്, ചില ഫാക്റ്റുകളാണ് നിങ്ങളുടെ റീഡറുടെ മുന്നിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ ആ റിപ്പോർട്ടിനകത്ത് നിങ്ങൾ എങ്ങനെ, കാരണം ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അതിൻ്റെ പർപ്പസ് ബോധ്യമാവണം. കാരണം നമ്മളെ പർപ്പസ് എന്നുള്ളത് ഒരു റിപ്പോർട്ടാണ്, ആ റിപ്പോർട്ടിലൂടെ കുറച്ച് ഫാക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? എംപ്ലോയ് ഫ്രേസസ് ഷോ അസേർഷൻ ഓഫ് ആക്യുറസി. അതായത് നമ്മൾ ഉപയോഗിക്കേണ്ട ഫ്രേസുകൾ എങ്ങനത്തെ ഫ്രേസുകളായിരിക്കണം? അസേർഷൻ ഓഫ് ആക്യുറസി, നമ്മൾ പറയുന്ന കാര്യത്തിലെ കൃത്യത ഉറപ്പിക്കുന്നത്. സംശയത്തിന്, ഇപ്പൊ നമ്മൾ കണക്കുകളും മറ്റും പറയുമ്പോൾ സംശയത്തിന് വകുപ്പ് കൊടുക്കുന്ന അല്ലെങ്കിൽ സംശയത്തിന് കാരണമാകുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. പകരം നമ്മൾ എങ്ങനത്തെ വാക്ക് ഉപയോഗിക്കണം? ഫ്രേസസ് ദാറ്റ് ഷോ അസേർഷൻ ഓഫ് ആക്യുറസി, നമ്മളുടെ ആ ഒരു ആക്യുറസി, നമ്മൾ പറയുന്ന കാര്യത്തിലുള്ള ആക്യുറസി, കൃത്യത ഉറപ്പിക്കുന്ന വാക്കുകൾ. അപ്പൊ അത്തരം പദങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. കാരണം നമ്മൾ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉറപ്പാണ്, അത് ആക്യുറേറ്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന, അങ്ങനെ റീഡർക്ക് തോന്നണം നമ്മൾ പറയുന്ന കണക്കുകൾ വ്യക്തമാണ്, കൃത്യമാണ്. അതിന് വേണ്ട ഫ്രേസുകൾ. ഒരിക്കലും ഇവിടെ മേ എന്നുള്ളതോ കുഡ് എന്നുള്ളതോ ഇതുപോലത്തെ സാധ്യതകളെ കാണിക്കുന്ന പദങ്ങൾ ഉപയോഗിക്കരുത്, ഒഴിവാക്കണം. പകരം നമ്മൾ കൃത്യതയെ കാണിക്കുന്ന പദങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. പിന്നെ ഫോക്കസ് ഓൺ
ദ ട്രൂത്ത്ഫുൾനെസ് ആൻഡ് കറക്റ്റ്നെസ് ഓഫ് ദ റൈറ്റിംഗ്. നമ്മൾ എഴുതുന്ന കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്? അതായത് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാനല്ല, പകരം എഴുതുന്നതിൻ്റെ കറക്റ്റ്നെസ്. എഴുതുന്ന കാര്യം കറക്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ സത്യസന്ധമായിരിക്കണം. അതിന് മാക്സിമം ശ്രദ്ധിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഒഫെൻസീവ് യൂസ് ഓഫ് ലാംഗ്വേജ് ആണ്. അതായത് നമ്മളുടെ മീഡിയം എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്, അല്ലേ? നമ്മൾ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭാഷയിലൂടെയാണ്. കാരണം എഴുതുക എന്ന് പറയുമ്പോൾ നമ്മളെ മുന്നിൽ ലാംഗ്വേജ് അല്ലാതെ മറ്റൊരു മീഡിയം ഇല്ല. അപ്പൊ ലാംഗ്വേജ് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻഒഫെൻസീവ് ആവണം. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തരുത്, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുഷിപ്പ്, ബുദ്ധിമുട്ട് തോന്നുന്ന പദങ്ങൾ, പ്രയോഗങ്ങൾ, ശൈലികൾ. കാരണം നമ്മൾ ഉദ്ദേശിച്ചില്ലെങ്കിലും നമ്മുടെ ചില ശൈലികൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അവരെ ഹേർട്ട് ചെയ്യും. അവർക്ക് മാനസികമായിട്ട് മുറിവേൽക്കും, സമ്മർദ്ദം, പ്രയാസം, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള പദങ്ങള്, പ്രയോഗങ്ങള്, വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാം. അപ്പൊ അത്തരം വാക്കുകൾ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എഴുതുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട ചില ശൈലികളുണ്ട്. അവയാണ് നമ്മൾ ടാബൂസ് എന്ന് പറയാം. അപ്പൊ അത്തരം വാക്കുകള്, ശൈലികള്, പ്രയോഗങ്ങള് അത് നമുക്ക് ഒഴിവാക്കണം. അപ്പൊ നോക്കൂ, ബൈ എംപ്ലോയിങ് നമ്മൾ എഴുതുന്നതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഡയറക്റ്റ്, ഡോഗ്മാറ്റിക് ആൻഡ് ഒപ്പീനിയനേറ്റഡ് ലാംഗ്വേജ്. എത്തരത്തിലുള്ള ഭാഷ നമ്മൾ ഉപയോഗിക്കുക? ഡയറക്റ്റ്, അതായത് വല്ലാതെ അങ്ങോട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് അടിച്ചേൽപ്പിച്ച് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഡോഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി, അതാണ് ഡോഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളുടെ വാക്കിന് ഒരു ആധികാരികതയുടെ സ്വരം, ദാറ്റ് ഈസ് ഡോഗ്മാറ്റിക്. നമ്മൾ അതോറിറ്റേറ്റീവ് ആയിട്ട് പറയാം കേട്ടോ. അങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല. കാരണം ഇതന്നെയാണ് ശരി, ഇങ്ങനെ തന്നെ വിശ്വസിക്കണം എന്ന ഒരു സ്വരം, അതാണ് ഡോഗ്മാറ്റിക്. അതുപോലെ തന്നെ ഒപ്പീനിയനേറ്റഡ്, കാരണം നമ്മളുടെ അഭിപ്രായം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പോലുള്ള, അങ്ങനെ മറ്റുള്ളവർക്ക് തോന്നുക, അത്തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? വായിക്കാതെ നിർത്തിവെച്ച് പോകില്ലേ? അപ്പൊ അതാണ് പറയുന്നത് അത്തരത്തിലുള്ള. അപ്പൊ എന്താ പറയുന്നത്? ബൈ എംപ്ലോയിങ് നമ്മൾ എഴുതുന്നതിൽ ഉൾക്കൊള്ളിക്കാം. ഡയറക്റ്റ്, ഡോഗ്മാറ്റിക് ആൻഡ് ഒപ്പീനിയനേറ്റഡ് ലാംഗ്വേജ്, അങ്ങനത്തെ ലാംഗ്വേജ് ഉപയോഗിച്ചാൽ കേട്ടോ, ബൈ എംപ്ലോയിങ് ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ട്, ഇത്തരത്തിലുള്ള ലാംഗ്വേജ് ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ട്. എന്താ ഈ ലാംഗ്വേജിന്റെ പ്രത്യേകത? ദാറ്റ് ക്യാൻ ഒഫൻഡ് ദ റീഡർ. കാരണം ഇത്തരം ഭാഷയ്ക്ക് എന്തിനു കഴിയും? ഒഫൻഡ് ദ റീഡർ. നമ്മളെ റീഡർ ഉണ്ടല്ലോ, വായിക്കുന്ന ആള്, ആ റീഡറെ ഒഫൻഡ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാല് റീഡറെ ഹേർട്ട് ചെയ്യും, റീഡറെ വേദനിപ്പിക്കും, റീഡർക്ക് മാനസിക മുഷിപ്പ് ഉണ്ടാക്കും. അതാണ് ഒഫൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അടങ്ങിയ ഭാഷ, ആ ഭാഷ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് ആർക്ക് തന്നെയാണ്? വി റിസ്ക്. അതുകൊണ്ട് നമുക്ക് തന്നെയാണ് റിസ്ക്. എന്ത് റിസ്കാ വരുന്നത്? ക്ലോസിങ് ദ മൈൻഡ് ടു ദ മെസ്സേജ്. നമ്മളെ മെസ്സേജ് ഇല്ലേ, അത് വായിക്കുന്നതിൽ നിന്നും റീഡറുടെ മൈൻഡ് ക്ലോസ് ചെയ്യും. റീഡർ അത് വായിക്കൂല. മാത്രമല്ല, അപ്പൊ ഇത്തരം ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുക വഴി നമുക്ക് തന്നെ ദോഷം സംഭവിക്കും. റീഡർ എന്ത് ചെയ്യും? റീഡറുടെ മൈൻഡ് ക്ലോസ് ചെയ്യും. മാത്രമല്ല, ആൻഡ് റെൻഡറിങ് ദ എൻറ്റയർ എഫേർട്ട് പോയിന്റ്ലെസ്. നമ്മളുടെ മൊത്തം എഫേർട്ടും വെറുതെ ആവും, പോയിന്റ്ലെസ് ആവും. കാരണം നമ്മൾ ഇതെല്ലാം എഴുതി ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അല്ലെ ഞാനിപ്പോൾ ഈ ക്ലാസ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? കാരണം നിങ്ങൾ കേൾക്കുക എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളെ മുഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചീത്ത പറയുന്ന, നിങ്ങളെ മോശപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ടോണ്, പ്രയോഗങ്ങൾ എൻ്റെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. കാരണം അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾക്ക് തോന്നാം, അല്ലെ, എന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്, എന്താ ഞങ്ങളെ കുറ്റം പറയുന്നത്, അല്ലെ, ഞങ്ങളെ ചീത്ത പറയുന്നത് എന്താ, അല്ലെ, ഇത്തരം ഒരു തോന്നൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കേൾക്കൂല. അതേപോലെ തന്നെയാണ് വായിക്കൂല. ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞാൽ വലിയ ആളായിട്ട്, അതായത് ദാറ്റ് ഈസ് ഡോഗ്മാറ്റിക്, ഞാൻ വലിയ ആളായിട്ട് വലിയ ആധികാരികമായിട്ട് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന പോലെ പറയാം. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്നവർക്ക് മുഷിപ്പ് തോന്നും.
സ്വാഭാവികമാണ്. അതന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ അത് റൈറ്റിങ്ങിലും നമ്മൾ അത്തരം ഡോഗ്മാറ്റിക് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒപ്പീനിയനേറ്റഡ്, അതായത് നമ്മളെ അഭിപ്രായങ്ങൾ നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരുടെ മേൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് തോന്നും എന്ത്, ഇവന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണോ നമ്മൾ, അല്ലെങ്കിൽ ഇവന്റെ അഭിപ്രായങ്ങൾ വായിക്കാൻ വേണ്ടി ഇരിക്കുകയാണോ നമ്മൾ എന്നുള്ള ഒരു തോന്നൽ വരും. സ്വാഭാവികമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളുടെ ലാംഗ്വേജിൽ ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ട് നമുക്ക് തന്നെയാണ് റിസ്ക്. കാരണം അത് നമ്മളുടെ മെസ്സേജിൽ നിന്നും റീഡറുടെ മൈൻഡ് ക്ലോസ് ചെയ്യും. അത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം എന്താവും, നമ്മുടെ എൻറ്റയർ എഫേർട്ട് പോയിന്റ്ലെസ് ആയിട്ട് മാറും, ഒന്നും അല്ലാണ്ടായിട്ട് മാറും. നമുക്കൊരു ഗുണമില്ലാതെ, ഒരു പ്രയോജനവും ഇല്ലാതെ ആയിട്ട് മാറും. എന്തുകൊണ്ട്? നമ്മളുടെ ഭാഗത്തു നിന്നും വന്ന അവർ ഓൺ മിസ്റ്റേക്ക്, നമ്മളുടെ സ്വന്തം മിസ്റ്റേക്ക് അപ്പൊ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ പറയുന്നത് എഴുതുന്ന കാര്യമാണെങ്കിലും ശരി, ഇത് എഴുത്തിൽ മാത്രമല്ല നമ്മൾ പറയുമ്പോഴും ശ്രദ്ധിക്കണം. അതായത് മറ്റുള്ളവരെ കേട്ടുകൊണ്ടിരിക്കണമെങ്കിൽ അതിന് പറ്റിയ ലാംഗ്വേജ്, പദങ്ങൾ, സ്റ്റൈല് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പൊ എന്താ നമ്മൾ അതിന് ചെയ്യേണ്ടത്? എംപ്ലോയ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്. നമ്മളുടെ എഴുത്തുകളിൽ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുക, ഫ്രേസുകൾ ഉപയോഗിക്കുക. എങ്ങനത്തത്? ദാറ്റ് ആർ പൊളൈറ്റ്, മാന്യമായ വാക്കുകൾ. കേൾക്കുന്നവന് സന്തോഷം ഉണ്ടാവണം, കേൾക്കുന്നവന്റെ മനസ്സിൽ എന്ത് വരണം, ഒരു ആനന്ദം, അല്ലേ? ഒരിക്കലും, കാരണം ഇത് കേൾക്കുന്നവനെ കുറ്റപ്പെടുത്തി പറയുന്ന ഫീൽ തോന്നരുത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പൊളൈറ്റ് ആയിട്ടുള്ള പദങ്ങൾ, അതുപോലെ തന്നെ റെസ്പെക്റ്റ്ഫുൾ, നമ്മൾ കേൾക്കുന്നവരെ, നമ്മുടെ റീഡേഴ്സിനെ മാനിക്കണം. അതുപോലെ തന്നെ നോട്ട് ലൈക്ലി ടു ഒഫൻഡ് അതേഴ്സ്, ഒരു തരത്തിലും മറ്റുള്ളവരെ ഒഫൻഡ് ചെയ്യാൻ, അവരെ വേദനിപ്പിക്കാൻ, അവരെ പ്രയാസപ്പെടുത്താൻ, അവരെ കുറ്റപ്പെടുത്താൻ സാധ്യതയില്ലാത്ത പദങ്ങൾ, അത്തരം പദങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. എംപ്ലോയ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ദാറ്റ് ആർ പൊളൈറ്റ്, റെസ്പെക്റ്റ്ഫുൾ ആൻഡ് നോട്ട് ലൈക്ലി ടു ഒഫൻഡ് അതേഴ്സ്. ഇനി അടുത്ത കാര്യം, ഇപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ടത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയണ്ടേ, ചിരിക്കാതെ പറയേണ്ടത് ചിരിക്കാതെ തന്നെ പറയണ്ടേ. അതായത് ചിരിക്കാതെ പറയേണ്ട കാര്യം ചിരിച്ച് കോമഡി ആക്കി പറഞ്ഞാൽ അതിന് കിട്ടേണ്ട ഒരു ഇത് കിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, പറയുമ്പോൾ ദ ടോൺ ഈസ് കെപ്റ്റ് കൈൻഡ്. നമ്മൾ പറയുമ്പോൾ ദ ടോൺ ഈസ് കെപ്റ്റ് കൈൻഡ് എറ്റ് സ്ട്രോങ്. പറയുന്ന കാര്യം സ്ട്രിക്റ്റ് ആയിക്കോട്ടെ, സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ടത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയാം. എന്നാലും എന്ത് ചെയ്യുക, നമ്മുടെ ടോണ് കൈൻഡ് ആയിരിക്കാം. അതായത് സ്നേഹത്തിന്റെ സ്വരത്തിൽ പറയാം, സ്നേഹത്തിന്റെ സ്വരത്തിൽ പറയാം. എന്നാൽ പറയുന്നതിന്റെ സ്ട്രിക്റ്റ്നെസ്, ആ സ്ട്രിക്റ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ആ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് അതിന്റെ സ്ട്രിക്റ്റ് കീപ്പ് ചെയ്യാൻ കഴിയും. അപ്പൊ ആ വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ടോൺ എന്താക്കുക, കൈൻഡ് ആക്കുക. എന്താ ഇതിന്റെ ഗുണം? ആൻഡ് ദ മെസ്സേജ് ഈസ് വെൽ റിസീവ്ഡ്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ മെസ്സേജിന് കിട്ടേണ്ട ഒരു സ്വീകാര്യത, കേൾക്കുന്ന ആളുകൾ എങ്ങനെയാണോ അതിനെ എടുക്കേണ്ടത് ആ രീതിയിൽ തന്നെ അത് എടുക്കും. അപ്പൊ അതിനെന്ത് ചെയ്യണം, നമ്മൾ പറയുന്നത്, ഇപ്പൊ ചില കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തൊക്കെയായിരിക്കും, കാരണം ഒരാൾ തെറ്റ് ചെയ്തൊക്കെയായിരിക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പെട്ടെന്നൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ വെള്ളിയാഴ്ച, ഇന്ന് വെള്ളിയാണല്ലോ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ കയറിയ സമയത്ത്, ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നു. അയാൾ താഴത്ത് വഴിയിൽ തന്നെ ഇരുന്നു. അപ്പൊ ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഡോറിന്റെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഈ ആള് വന്നിട്ട് ഇരിക്കുന്ന ആളോട് ചെവിയിൽ എന്തോ രഹസ്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാനത് ഇങ്ങനെ ജസ്റ്റ് വെറുതെ ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കരുതി, ആ ചെവിയിൽ പറഞ്ഞത് എന്തായിരിക്കും, വളരെ പൊളൈറ്റ് ആയിരിക്കും. കാരണം അയാൾ എന്തോ കുമ്പിട്ട് ഈ ആളെ പുറത്തിങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, രഹസ്യമായിട്ട് എന്തോ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് പോകുന്നതും അയാൾ മാന്യമായിട്ട് എണീറ്റ് അവിടുന്ന് മാറിയിരുന്നു. അപ്പൊ എന്തായിരിക്കാം, ആ പറയുന്ന കാര്യത്തിന്റെ സ്ട്രിക്റ്റ്നെസ് വിട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് മാറിയിരുന്നത്. പക്ഷേ കൈൻഡ് ടോൺ ആയിരിക്കും ആ കാരണം നമ്മൾ ടോൺ ഒരിക്കലും മോശിപ്പിക്കരുത്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എന്താ പറയുന്നത്, ടോൺ ഈസ് കെപ്റ്റ് കൈൻഡ് എറ്റ് സ്ട്രോങ്, കാര്യം സ്ട്രോങ് ആയിട്ട് പറയണം. എന്നാൽ ആൻഡ് ദ മെസ്സേജ് ഈസ് വെൽ റിസീവ്ഡ്, നമ്മളെ മെസ്സേജിന് കിട്ടേണ്ട ഒരു സ്വീകരിക്കേണ്ട പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ആളുകൾ എന്ത് ചെയ്തോളും, അത് റിസീവ് ചെയ്യും. എപ്പോഴും ശ്രദ്ധിക്കാം, നമ്മൾ പറയേണ്ടത് പിന്നെ പറയണ്ടേ, പറയേണ്ടത് പറയണം,
പക്ഷെ എന്ത് ചെയ്യണം, ആ പറയുമ്പോഴുള്ള ടോണ് ശ്രദ്ധിക്കുക. അവിടെയാണ് പലപ്പോഴും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അടിപിടിയൊക്കെ ഉണ്ടാവുന്നത്, ടോണ് ശരിയാവാത്തതുകൊണ്ടാണ്. ലാസ്റ്റ് പോയിന്റ്, ദ സ്റ്റൈൽ ഓഫ് യുവർ റൈറ്റിംഗ്. നിങ്ങളുടെ റൈറ്റിംഗിന്റെ സ്റ്റൈലാണ് അവസാനത്തെ പോയിന്റ്, നാലാമത്തേത് കേട്ടോ. The writing style or the tone of the written communication is the last and most crucial component. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തേതും എന്നാൽ മോസ്റ്റ് ക്രൂഷ്യൽ കമ്പോണന്റ്, ഏറ്റവും നിർണായകവുമായിട്ടുള്ള ഘടകം ഏതാണ്? നിങ്ങളുടെ റൈറ്റിംഗിന്റെ സ്റ്റൈല്, അതുപോലെ തന്നെ ടോണ്. ഇതാണ് അവസാനമായിട്ട് പറയുന്നത്. എന്നാൽ അവസാനം എന്ന് വെച്ച് ഏറ്റവും മോസ്റ്റ് ക്രൂഷ്യൽ, വളരെ നിർണായകവുമാണ്. ഇത് അവസാനം പറയുന്നു എന്ന് വിചാരിച്ച് പ്രാധാന്യമില്ല എന്നല്ല, വളരെ നിർണായകവുമാണ്. ദ ടോൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ്, അതായത് ഒരു കമ്മ്യൂണിക്കേഷന്റെ ടോണ് ഞാൻ ഇപ്പൊ പറഞ്ഞു, ടോണ് ഈസ് ഒബ്വിയസ് വെൻ സ്പോക്കൺ. അത് എപ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ടോണ് നമുക്കത് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഏതുപോലെ, ഇത് എന്തിനാ പഠിക്കണെന്ന് ചോദിക്കൂലേ, അതിന്റെ ടോൺ എന്താ? നെഗറ്റീവ് ടോണാ. കാരണം ഒരു വാക്കുകൾ ഒരു മാറ്റം വരുത്തണ്ട. എങ്ങനെ ചോദിച്ചാൽ മതി, എന്തിനാ പഠിക്കുന്ന, കൃത്യമായിട്ട് പറയും ഞാൻ BA ഒക്കെ പഠിക്കുന്നത്. അതേസമയം ചോദിക്കാണ് എന്തിനാ പഠിക്കുന്നത്, അല്ലേ? ടോണ് മാറിയില്ലേ? ദ ടോൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഒബ്വിയസ് വെൻ സ്പോക്കൺ. സ്പോക്കണിൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ടോൺ എന്താണ്? ഒബ്വിയസ് ആണ്, സ്പോക്കൺ. എന്നാൽ റിട്ടണും പിന്നെ ടോൺ ഉണ്ട്. ബട്ട് there are still some elements in written communication. എന്നാൽ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ചില എലമെന്റ്സ് ഉണ്ട്, ചില ഘടകങ്ങളുണ്ട്. ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ടോൺ. എങ്ങനത്തെ ഘടകങ്ങൾ? ടോണിനെ സ്വാധീനിക്കുന്ന. അപ്പൊ റിട്ടണിലും ചില എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ദ ടോൺ. ഇൻഫ്ലുവൻസ് സം എലമെന്റ്സ് ഇൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ടോൺ. ആ എലമെന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ദ ടോൺ ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. എങ്ങനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ടോൺ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദ ഓഡിയൻസ് ആൻഡ് ദ ടൈപ്പ് ഓഫ് മെസ്സേജ്. ഇത് നോക്കിയിട്ടാണ്. അതായത് ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. കാരണം റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓഡിയൻസ് ആരാണ്, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഭാഷ നമ്മൾ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വിഷയം, ഈ രണ്ട് കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഏതൊക്കെ രണ്ട് കാര്യങ്ങൾ? ഒന്ന് ഓഡിയൻസ്, മറ്റൊന്ന് മെസ്സേജ്. നമ്മുടെ സന്ദേശം, നമ്മൾ എന്താണ് പറയുന്നത്, ടൈപ്പ് ഓഫ് മെസ്സേജ്, ഏത് തരത്തിലുള്ളതാണ് നമ്മുടെ മാറ്റർ, മെസ്സേജ്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ ഇത് എന്ത് ചെയ്യാം, ഈ 4 കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ, മെയിൻ പോയിന്റ്സ് 4 അതായത് പ്രീ റിക്വസൈറ്റ്സ് ഫോർ ഇഫക്റ്റീവ് റൈറ്റിംഗിന് വേണ്ട 4 അതായത് പ്രോപ്പർ വേർഡ്സ്, ക്ലാരിറ്റി ഓഫ് പർപ്പസ്, ഇൻഒഫെൻസീവ് യൂസ് ഓഫ് ലാംഗ്വേജ്, ദ സ്റ്റൈൽ ഓഫ് യുവർ റൈറ്റിംഗ്. ഈ 4 ടൈറ്റിലുകൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ടൈറ്റിലുകൾക്ക് അടിയിൽ എന്തെങ്കിലുമൊക്കെ അറിയുന്ന പോലെ എഴുതിയിട്ടെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് ഒപ്പിക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഒന്ന് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, പതിവ് പോലെ പറയാണ്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം. അതുപോലെയൊക്കെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.